നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കോട്ടകളെ തകർക്കുക, ഡിമോളിഷിങ് സ്ട്രോങ് ഹോൾഡ്സ് എന്നൊക്കെ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് സ്പിരിച്വൽ വാർഫെയർ. ഇത് പലപ്പോഴും കഴിഞ്ഞ നാളുകളിൽ പലരും പ്രസംഗിച്ച് ഇതിനെ കോംപ്ലക്സ് ആക്കി മാറ്റി. ഇത് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിനകത്ത് വരുന്നത് ഭയങ്കരമായ കൺഫ്യൂഷൻസും കുറേയധികം സംശയങ്ങളും കുറേയധികം കോംപ്ലക്സ് സബ്ജക്റ്റായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ സ്പിരിച്വൽ വാർഫെയർ അല്ലെങ്കിൽ ആത്മീയ പോരാട്ടം എന്ന സബ്ജക്റ്റ് അതൊരൊറ്റ ദിവസം കൊണ്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന വിഷയമല്ല. ഞാനിതിനെ ഒരു സീരീസായി പരിശുദ്ധാത്മാവ് സഹായിച്ചാൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് സ്പിരിച്വൽ വാർഫെയർ അല്ലെങ്കിൽ ആത്മീയ പോരാട്ടം? നമ്മൾ പെട്ടെന്ന് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന പോലെ വാളും പരിചയം എടുത്ത് അറ്റാക്ക് ചെയ്യുന്ന പോലെയൊക്കെ ചിന്ത മനസ്സിൽ വന്നേക്കാം. എന്നാൽ എന്താണ് സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളോട് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഡിമോളിഷിങ് സ്ട്രോങ് ഹോൾഡ്സ്, അതായത് കോട്ടകളെ ഇടിക്കുക. അപ്പോൾ എന്താണ് ഈ സ്ട്രോങ് ഹോൾഡ് അല്ലെങ്കിൽ കോട്ട എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഇതിനെ തകർക്കുന്നത്? ഇതിലൂടെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആമുഖമായി ഇന്ന് ആക്ച്വലി ഇതൊരു ഓവർവ്യൂ ആണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ചുരുക്കമായി ഇതിനെ മൊത്തത്തിലൊരു ആകത്തുക, ഡീറ്റെയിൽഡായിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്ത് വരും ദിവസങ്ങളിൽ നമ്മൾ കേൾക്കും. വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ലൈഫിൽ വളരെയധികം ഇതൊരു തിയറി പോലെ പഠിച്ചു വെക്കാനുള്ള ഒന്നുമില്ല ഇതിനകത്ത്. നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ ഞാനിങ്ങനെ പറയും, എവറി സെക്കൻഡ് എവറി മിനിറ്റ് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ആണിത്. ഇത് നമ്മുടെ ലൈഫിൻ്റെ ഫൗണ്ടേഷനാണ്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അതായത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തുടർമാനമായി കടന്നു വരിക, വീണ്ടും വീണ്ടും പരാജയം ഉണ്ടാകുക, വീണ്ടും വീണ്ടും ഒരു കാര്യത്തിൽ നിങ്ങൾ വീണു പോകുന്ന ഒരു സൈക്ലിക് ആയിട്ടുള്ളൊരു കാര്യം, അതായത് അഡിക്ഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിലുള്ള പരാജയമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, ഒന്ന് മാറി ഇങ്ങനെ ഒരു സൈക്ലിക് അവസ്ഥയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന ഡിപ്രഷൻ ആയിക്കോട്ടെ, ഇങ്ങനെ വരുന്ന അവസ്ഥകൾ നിങ്ങൾ എപ്പോഴെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ, സ്വാതന്ത്ര്യം പൂർണ്ണമായി അനുഭവിക്കാൻ പറ്റാതെ അനുഭവപ്പെടുന്ന ഒരവസ്ഥ. നമുക്കറിയാം, വചനം വ്യക്തമായി പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. വി ആർ ഫ്രീ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം നമുക്ക് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ദൈവം നൽകിയിരിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ബോണ്ടേജിലാണെങ്കിൽ, എന്തിൻ്റെങ്കിലും പിടിയിലാണെങ്കിൽ, ഒന്ന് ഉയർന്നു വരാൻ പറ്റാതെ വണ്ണം നമ്മൾ എവിടെയെങ്കിലും ലിമിറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ശക്തമായ വ്യക്തമായ ഒരു കാരണമുണ്ട്. ആ കാരണത്തെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അതിനെ പരിഹരിക്കുകയും വേണം. ഹല്ലേലൂയ. ഇതിനകത്ത് ഭയപ്പെടാനോ ചിന്തിച്ചു കൂട്ടുവാനോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് അത് കണ്ടെത്തുക, അതിനെ നമ്മൾ പുറത്തു വരിക, അതിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ സ്ട്രോങ് ഹോൾഡ് അല്ലെങ്കിൽ കോട്ടകൾ എന്ന് പറയുമ്പോൾ അത് പല തരത്തിലാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നോക്കിയറിയാം, കോട്ട എന്ന വാക്ക് പല സ്ഥലങ്ങളിൽ സങ്കേതം, ഗോപുരം, അവിടെയൊക്കെ ദൈവത്തെ നമ്മുടെ കോട്ടയായി നമുക്ക് കാണാൻ കഴിയും. പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്, യഹോവ എൻ്റെ കോട്ട, യഹോവ എൻ്റെ ഗോപുരം, എൻ്റെ സങ്കേതം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന വാക്കും സ്ട്രോങ് ഹോൾഡ് എന്ന വാക്ക് തന്നെയാണ്. സ്ട്രോങ് ഹോൾഡ് എന്ന പടം നിങ്ങളൊരു പിക്ചർ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചാൽ, ഉദാഹരണത്തിന് ഗൂഗിളിൽ നിങ്ങൾ സ്ട്രോങ് ഹോൾഡ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾ കാണാൻ പറ്റുന്നത് ബ്രിക്കായിട്ട്, അതായത് ഒരു കല്ലിന്മേൽ കല്ല് വെച്ച് കെട്ടിപ്പൊക്കിയ എന്തെങ്കിലും വലിയൊരു കോട്ടയോ ഒരു വലിയ മതിലോ ആയിരിക്കും ഒരു സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുക. പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് ഒരു സിറ്റിയുടെ മതിലാകാം, ഒരു വലിയ കോട്ടയാവാം, എന്തുമാകാം. അതൊരു സ്ട്രോങ് ഹോൾഡാണ്. യഹോവ എൻ്റെ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുമ്പോൾ അവൻ എനിക്ക് മുന്നേ സകലത്തിനെയും ബ്ലോക്ക് ചെയ്ത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എൻ്റെ സങ്കേതമാണ്. എനിക്ക് കഷ്ടങ്ങളിൽ ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു സങ്കേതമാണ് എൻ്റെ ദൈവം. അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രോങ് ഹോൾഡ്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഇതേ വാക്കിനെ മറ്റൊരർത്ഥത്തിലാണ്, ആത്മീയ അർത്ഥത്തിലാണ് പുതിയ നിയമത്തിൽ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള എന്നൊരു വാക്കാണ്. അതായത് 2 കൊരിന്ത്യർ 10-4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല. അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ് വാക്ക്, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ. 2 വാക്ക് ശ്രദ്ധിക്കുക. ഒന്ന് പോര്, മറ്റൊന്ന് ആയുധങ്ങൾ. പോരിൻ്റെ എന്ന് വെച്ചാൽ ഒരു യുദ്ധത്തിൻ്റെ, ഒരു ബാറ്റിൽ, ഒരു എന്താ പറയുക, പോരാട്ടം നടത്തുന്നതിന് ആയുധങ്ങൾ. 2 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല. ജഡികങ്ങൾ എന്ന് വെച്ചാൽ കാണാൻ പറ്റുന്ന,
ഫിസിക്കലി എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. എന്ന് വെച്ചാൽ വാളോ പരിചയോ അങ്ങനെയുള്ള ഒന്നും അല്ല നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ. എന്ന് വെച്ചാൽ ഫിസിക്കലി കാണാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ, പക്ഷെ അവ ശക്തി ഇല്ലാത്തവയല്ല. വചനം പറയുന്നു അവ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തി ഉള്ളവയത്രേ. അവിടെ ഉപയോഗിച്ച വാക്കാണ് കോട്ടകളെ ഇടിപ്പാൻ. ഈ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും, പുതിയ നിയമത്തിൽ ഗ്രീക്കിലായാലും പഴയ നിയമത്തിൽ ഹീബ്രുവിലായാലും ഈ കോട്ടകൾ എന്ന വാക്കിന് വളരെയധികം അർത്ഥങ്ങളുണ്ട്. ഈ സ്ട്രോങ് ഹോൾഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് ഫോർട്ടിഫൈഡ് കാസിൽ എന്നാണ്. ഒരു വലിയ കോട്ടവാതിൽ, ഭയങ്കരമായ ഒരു ഭിത്തിയുള്ള ഒരു വലിയ വോൾ. നമുക്കറിയാം ഈ വോൾ എന്ന് പറയുമ്പോൾ വലിയൊരു കോട്ട ഒറ്റ ദിവസം കൊണ്ട് പണിയാൻ പറ്റത്തില്ല, ശരിയല്ലേ? ഒരു ദിവസം കൊണ്ടൊന്നും പണിയാൻ പറ്റത്തില്ല. അത് ബ്രിക്ക് ബൈ ബ്രിക്ക് ആയിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കോട്ടകൾ എന്ന വാക്കിൻ്റെ അർത്ഥത്തിലാണ് ഈ സ്ട്രോങ് ഹോൾഡ് എന്ന വാക്ക് എഴുതിയിരിക്കുന്നത്. പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നതും അതേ അർത്ഥത്തിലാണ്, കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളവ തന്നെ. എന്താണ് ഈ പുതിയ നിയമത്തിൽ ഇവിടെ പൗലോസ് പറയുന്ന കോട്ട? നമ്മുടെ ലൈഫിലുള്ള ഈ കോട്ട എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ആദ്യം പോകുന്നത്. അതായത് നമ്മുടെ കോട്ടകൾ അടുത്ത വാക്കിൽ നമുക്കറിയാൻ പറ്റും, ഇതൊക്കെ എവിടെയാണ് പൊങ്ങി വരുന്നത്? നമ്മുടെ മനസ്സിനകത്താണ്, നമ്മുടെ ചിന്തകൾക്കകത്താണ് ഈ കോട്ടകൾ ഉണ്ടാകുന്നത്. ഫിസിക്കലി ഉണ്ടാകുന്ന കോട്ടകളെ ഇടിച്ച് പൊളിക്കാൻ നമുക്ക് നല്ല ചുറ്റികയോ വലിയ എന്താ പറയുക പാരയോ ഒക്കെ വെച്ച് നമുക്ക് തകർക്കാൻ കഴിയുമെങ്കിൽ, ഇവിടെ വചനം പറയുന്നു നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ പണിതിട്ടുള്ള ചില കോട്ടകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൗതിക വേൾഡിൽ ഒരു കോട്ട പണിയാൻ ഒറ്റ ദിവസം കൊണ്ട് കഴിയാത്തതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫുകളിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇത്രയും വർഷങ്ങളിൽ നിങ്ങളുടെ ഓരോ ചിന്തകൾ ഓരോ ബ്രിക്ക് പോലെ, ഒരു ചിന്ത ഒരു കല്ല് എന്ന് സങ്കല്പിച്ചാൽ അതിൻ്റെ മേൽ ആ കല്ലിൻ്റെ മേൽ മറ്റൊരു കല്ലെന്ന രീതിയിൽ വച്ച് പണിത് വർഷങ്ങളായി നിങ്ങൾ പണിത പല കോട്ടകളും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അകത്ത് പല അനുഗ്രഹങ്ങളെ തടയുന്ന തരത്തിൽ, ദൈവമായുള്ള ബന്ധത്തെ തടയുന്ന തരത്തിൽ നിപ്പുണ്ടാകും. ഹല്ലേലൂയ. അതായത് റിപ്പീറ്റ് ആയിട്ടുള്ള പല തോട്ട്സ്, പല ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, അറഗൻസ്, ദൈവത്തോടുള്ള കയ്പ്, മനുഷ്യരോടുള്ള കയ്പ്, ദേഷ്യങ്ങൾ, അസൂയ, പിണക്കം, എന്താ പറയുക വെറുപ്പ്, ഇങ്ങനെ പല തരത്തിൽ ഇമോഷൻസ് നമ്മുടെ ലൈഫിൽ ചത്തുകൊള്ളാറുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു കല്ലിൻ്റെ പേർത്ത് ഒരു കല്ല് വെച്ചാൽ ഉടനെ സെറ്റാവത്തില്ല. പക്ഷേ നമ്മളിങ്ങനെയാണ്, ഒരു കള്ളം നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ അതിനെ വായു കൊണ്ട് പറഞ്ഞ് അതിനെ കൺഫ്യൂസ് ചെയ്ത് ഉറപ്പിച്ച് വീണ്ടും ചെയ്യുമ്പോൾ അത് കോൺക്രീറ്റ് പോലെ ഒന്നിൻ്റെ മേൽ ഒന്ന് ഉറയ്ക്കുകയാണ്. നമ്മൾ പോലും കാണാത്ത തരത്തിൽ ആത്മമണ്ഡലത്തിൽ ഒരു വലിയ ബ്രിക്കായി, ഒരു വലിയ കോട്ടയായി മാറുകയാണ്. നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ ലൈഫിൽ ഒരു കള്ളത്തരം, ഉദാഹരണം ഞാൻ പറയാം, ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കുന്നതിന് പോലും തടസ്സമാകുന്ന ചില കോട്ടകളുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ ലൈഫിൽ ഒരു രോഗത്തിൻ്റെ അവസ്ഥ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഈ രോഗം എൻ്റെ ദൈവം തന്നതാണ്, ഇത് എൻ്റെ ദൈവത്തിൽ നിന്നുള്ളതാണ്, അല്ലെങ്കിൽ ദൈവം എന്നെ നന്നാക്കുവാനായി പരീക്ഷിക്കുന്നതാണ് എന്നൊക്കെയുള്ള തെറ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. അങ്ങനെയുള്ള തെറ്റുകൾ നിങ്ങൾ ശരിയായി വിശ്വസിച്ചു. അന്ന് ദൈവം തന്നതാണ് ഈ രോഗം, ദൈവം തന്നതാണ് ഈ കഷ്ടത എന്ന് പറയുമ്പോൾ നിങ്ങളത് വീണ്ടും പറയുകയും ജീവിതം ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ബ്രിക്ക് പോലെ ഇങ്ങനെ ഉയരും. അടുത്ത നിമിഷം വീണ്ടും നിങ്ങൾ പറയും എൻ്റെ ദൈവമാണ്. പിന്നെ നോക്കിയേ, നിങ്ങളോട് ഒരാൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്നേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ആ സ്നേഹത്തെ മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം വലിയൊരു ഉയർച്ചയായി ഇതങ്ങ് ഉയർന്നിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറയാണ് എൻ്റെ ഭാരം, പ്രയാസം, കഷ്ടത, അനുഗ്രഹങ്ങളെ തടയുന്ന എല്ലാം ദൈവമാണ് എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ഭയങ്കരമായി കയ്പുള്ളവരായിരിക്കും. അങ്ങനെ പലരും ദൈവത്തിന് വളരെ വലുതും പ്രതീക്ഷിച്ചിട്ട് നിരീശ്വരവാദികളായി പോകുന്ന സാഹചര്യം വരെ കാണാറുണ്ട്. കാരണം അവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഉൾക്കൊള്ളാനോ അനുഭവിക്കാനോ പറ്റാതെ വണ്ണം വലിയ കോട്ട ഇങ്ങനെ പൊങ്ങും. ഇതെങ്ങനെ ഉണ്ടാകുന്നത്? ശത്രുവിൻ്റെ ഓരോ കള്ളങ്ങൾ, ഓരോ സ്റ്റോണാണ്, ഓരോ ബ്രിക്കാണ്, ഓരോ കല്ലാണ്. ശത്രു നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് പറയും നിങ്ങൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തവരാണ്, ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങൾ കൊള്ളാത്തവരാണ്, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങൾ പാപങ്ങൾ നോക്ക്, നിന്നെ ദൈവം സ്നേഹിക്കത്തില്ല, നിന്നെ കാണാൻ കൊള്ളത്തില്ല, വിദ്യാഭ്യാസം ഇല്ല, നിനക്ക് കോൺഫിഡൻസ് ഇല്ല, നിനക്ക് അതില്ല ഇതില്ല, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് 100,000 കള്ളങ്ങൾ ശത്രു കൊണ്ടുതരും. എവറി മിനിറ്റ് ഒത്തിരി തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്, ചിന്തകൾ. നമ്മൾ ആ ചിന്തകളെ യെസ് പറഞ്ഞ് എടുത്ത് വയ്ക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് വയ്ക്കുന്ന പോലെ, ഓരോ കല്ല് വയ്ക്കുന്ന പോലെ അതിനെ ഒരു സ്റ്റെപ്പായി വെച്ച് വലിയ കോട്ട ഫ്രെയിം ചെയ്ത് വയ്ക്കും. എന്നാൽ വചനം പറയുന്നു നമുക്ക് ആ കോട്ടകളെ ബ്രേക്ക് ചെയ്യാൻ പറ്റും, ആ കോട്ടകളെ തകർക്കുവാൻ കഴിയും. നമുക്ക് ദൈവമായുള്ള ബന്ധത്തിൽ വീണ്ടും ഒന്നേന്ന് ബിഗിൻ ചെയ്യാൻ പറ്റും.
ഹല്ലേലൂയ. നമുക്ക് ലൈഫിൽ ദൈവമായുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെയും സന്തോഷത്തെയും ഒന്നുകൂടി എക്സ്പീരിയൻസ് ചെയ്യാനായി പറ്റും. സകലതിനെയും ഇടിച്ച് കളവാൻ നമുക്ക് എന്തുണ്ട്? ശക്തിയുണ്ട് എന്ന് വചനം വ്യക്തമായി പറയും. ഞാനിത് പഴയ നിയമത്തിലുള്ള ഒരു ചെറിയ ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഇന്നൊരു ഓവർവ്യൂ പറഞ്ഞ് നിർത്താം. രാജാക്കന്മാരുടെ പുസ്തകം, അതിൻ്റെ 2 രാജാക്കന്മാർ 21 അധ്യായം. നിങ്ങളിപ്പോൾ എടുക്കണമെന്നില്ല, നോട്ട് ചെയ്ത് വയ്ക്കുക, വീട്ടിൽ പോയി വായിക്കുക. 2 രാജാക്കന്മാർ 21 അധ്യായം. ഞാൻ അവിടെ ഒരു രാജാവിനെ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ മനാശെ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനായ ആമോനുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനായ യോശിയാവുണ്ട്. ഈ 3 രാജാക്കന്മാരെ നമുക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാനൊരു ഓവർവ്യൂ പറഞ്ഞു പോവാം. ഈ മനാശെ രാജാവ്, അതായത് യോശിയാവിൻ്റെ അപ്പൂപ്പൻ, അദ്ദേഹം ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊക്കെ ചെയ്ത് ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. ദൈവത്തിൻ്റെ ആലയത്തിൽ, ശലോമോൻ പണിത ദൈവത്തിൻ്റെ ആലയത്തിനകത്ത്, ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥലത്ത്, ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കേണ്ട സ്ഥലത്ത് അദ്ദേഹം അന്യദേവന്മാരെ പ്രതിഷ്ഠിക്കുകയും അവരെ ആരാധിക്കുകയും ദൈവത്തിന് ഏറ്റവും വിരുദ്ധമായി ദൈവത്തെ വിഷമിപ്പിക്കുന്ന എല്ലാം ചെയ്ത ഒരു മനുഷ്യനായിരുന്നു മനാശെ. മനാശെ എന്ന് പറയുന്ന രാജാവ് അത്തരത്തിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ആ മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്തിന് പകരം പല ബിംബങ്ങളെ അവിടെ പ്രതിഷ്ഠിച്ച് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊക്കെ ചെയ്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാ വഴികളിലും നടന്ന ഒരു മനുഷ്യനായിരുന്നു മനാശെ. അദ്ദേഹത്തിൻ്റെ മകനായ ആമോൻ, അദ്ദേഹവും അപ്പൻ്റെ പാത പിന്തുടർന്ന് അതുപോലെ ജീവിച്ച മനുഷ്യൻ. ഓക്കെ, ആ മനുഷ്യനും ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊക്കെ ചെയ്തു. അവസാനം ഈ ആമോൻ എന്ന് പറയുന്ന രാജാവിനെ സ്വന്തം കൂടെയുള്ള ആളുകൾ തന്നെ അന്തഃപുരത്തിൽ വെച്ച് ചതിച്ച് കൊന്നു. ഇതാണ് ആ സ്റ്റോറി. അത് കഴിഞ്ഞ് വരുന്ന ആളാണ് യോശിയാവ് എന്ന് പറയുന്ന അടുത്ത രാജാവ് വരുമ്പോൾ ആ വ്യക്തിയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് ഞാൻ പറയുന്നു. അതായത് ആ വ്യക്തിയുടെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ പിതാവും അപ്പൂപ്പനും പിന്തുടർന്ന് വന്ന ഒരു സിസ്റ്റമുണ്ട്. അതായത് ദൈവത്തെ ആരാധിക്കാതെ ജീവനുള്ള ദൈവത്തെ തള്ളിക്കളഞ്ഞ് ഈ ലോകത്തിലെ പല സൃഷ്ടികളെയും ആരാധിക്കുന്ന അവസ്ഥയിൽ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്തിന് പകരം പല സൃഷ്ടിയെയും അവിടെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുകയാണ്. ആ സ്ഥലത്ത് യോശിയാവ് എന്ന് പറയുന്ന അടുത്ത രാജാവ്, അപ്പനും ദൈവത്തെ അറിയാതെ ജീവിച്ച സ്ഥലത്താണ് ഈ യോശിയാവ് എന്ന് പറയുന്ന രാജാവ് തൻ്റെ 8ാമത്തെ വയസ്സിൽ രാജാവാകുക. ഒരാൾ 8ാമത്തെ വയസ്സിൽ രാജാവാകുമ്പോൾ എന്തുമാത്രം ആ വ്യക്തിക്ക് അറിയാം, അല്ലെങ്കിൽ പക്വത ഉണ്ടാവുന്ന ഊഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ആ സമയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇസ്രായേൽ എന്ന രാജ്യം 2ആയി ഡിവൈഡ് ചെയ്യപ്പെട്ട് ഛിന്നാഭിന്നമായി നടക്കുന്ന സമയമാണ്. ദൈവത്തെ അറിയാതെ പോയി ശത്രുക്കളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെട്ട് വിഘടിച്ച് കിടക്കുന്ന സമയത്താണ് ഈ രാജാവ് അവിടെ വരുന്നത്. എന്നാൽ തൻ്റെ ഈ ഫാമിലിയിൽ തൻ്റെ കുടുംബപരമായ എല്ലാവരും ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തെ വിഷമിപ്പിച്ച് നടക്കുന്ന സമയത്ത് ഈ രാജാവ് ചെയ്ത ചില കാര്യങ്ങൾ അവിടെ വ്യക്തമായത് ഇങ്ങനെയാണ്. അവിടെ ഈ യോശിയ രാജാവ് തൻ്റെ പുരോഹിതന്മാരോടും അവിടെ ഇരുന്ന വ്യക്തികളോടും പറയുകയാണ്, നിങ്ങൾ പോയി യഹോവയുടെ ആലയത്തെ ഒന്ന് വൃത്തിയാക്കാൻ പറഞ്ഞു. ഒന്ന് വൃത്തിയാക്കാൻ, ക്ലീൻ ചെയ്യണം. അവർ അവിടെ പോയി ആ കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നും അതിനകത്ത് നിന്ന് അവർക്ക് മോശയുടെ ന്യായപ്രമാണ പുസ്തകം ലഭിക്കും. എവിടെ നിന്ന് ലഭിക്കും ചോദിച്ചാൽ, കുറേ ചവറുകൾ വാരി കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ന്യായപ്രമാണ പുസ്തകം കിട്ടും. എവിടെയാണ് ഇരിക്കേണ്ടത്, ന്യായപ്രമാണ പുസ്തകം വയ്ക്കേണ്ടത് എവിടെയാണെന്ന് ആവർത്തന പുസ്തകം വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. യഹോവയുടെ പെട്ടകത്തിനകത്തിരിക്കേണ്ട ന്യായപ്രമാണ പുസ്തകം, ആ കൽപ്പനകൾ കിടക്കുന്നത് വേണ്ടാത്തൊരു സ്ഥലത്തേക്ക് വാരി കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടെമ്പിൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവിടെ നിന്ന് ഈ ന്യായപ്രമാണ പുസ്തകം, ആ എഴുത്തുകൾ അവർക്ക് ലഭിക്കും. ഈ യോശിയ രാജാവായി 8ാം വയസ്സ് രാജാവ് ഞാൻ പറഞ്ഞു. ആ സമയം മുതൽ ആദ്യമേ തന്നെ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്തെന്നല്ല, തൻ്റെ അപ്പനും അപ്പൂപ്പനും ചെയ്തതുപോലെ തന്നെ അദ്ദേഹം തുടങ്ങി. തൻ്റെ ജീവിതത്തിൽ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞ് യഹോവയുടെ വഴിയിൽ നടക്കാതെ അങ്ങനെ നടന്നു തുടങ്ങിയ വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തി തൻ്റെ അപ്പനും അപ്പൂപ്പനും ദൈവത്തെ അറിയാതെ ജീവിച്ചിരുന്നുവെങ്കിലും അതേ അവസ്ഥ തന്നെ തുടരുവാൻ ആഗ്രഹിച്ചില്ല. ചില വ്യത്യാസങ്ങൾ വരുത്തുവാൻ ആഗ്രഹിച്ചു. അതായത് തൻ്റെ ലൈഫിൽ തൻ്റെ അപ്പൻ്റെയും അപ്പൂപ്പൻ്റെയും ജീവിതത്തിൽ സംഭവിച്ച നികൃഷ്ടമായ അനുഭവങ്ങൾ എന്തുകൊണ്ടാണെന്ന് പഠിക്കുകയും അതിനൊരു മാറ്റം വരുത്താൻ ചിന്തിക്കുകയും ചെയ്തു. ഉദാഹരണത്തിന്, നമ്മുടെ കുടുംബ പശ്ചാത്തലമോ നമ്മുടെ പിതാക്കന്മാർ
അങ്ങനെ ജീവിച്ചോ, അല്ലെങ്കിൽ അവർ ദൈവത്തെ ആരാധിക്കാതെ മറന്ന് എങ്ങനെയെങ്കിലും ജീവിച്ചുകൊണ്ട് അതിലെ ശാപം മുഴുവൻ നമ്മൾ പേറണമെന്നല്ല വചനം പറയുന്നത്. ഇവിടെ അവർക്ക് അവിടെ തീരുമാനമെടുക്കാൻ ദൈവം സ്വാതന്ത്ര്യം കൊടുത്തു. യോശിയാവ് ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ എൻ്റെ യഹോവയുടെ ആലയത്തെ ഒന്ന് വൃത്തിയാക്കാൻ പോവാം. ഇന്ന് പുതിയ നിയമം നോക്കി, ഇത് നമ്മുടെ ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഈ ആലയത്തെ എങ്ങനെ ആയിരിക്കണം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ചിലർ പറയാറുണ്ട്, വേറെ എനിക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ ആയിരക്കണക്കിന് ചിന്തകളിൽ വരും, കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആരില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവൂലേ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെ ഈ ചിന്തകൾ ഇങ്ങനെ വരുന്ന അറിയത്തില്ല, ഇങ്ങനെ അങ്ങ് വരിക. പക്ഷേ ഈ ചിന്തകളെല്ലാം ഇങ്ങനെ വരുമ്പോൾ വചനം പറയുന്നത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമെന്നാണ്. അതായത് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ചിന്തകൾ ഇന്നതായിരിക്കണം. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് ഇന്നത് മാത്രം ചിന്തിക്കണം. നിങ്ങൾ സെറ്റ് യുവർ ഐസ് തിങ്സ് ഓൺ ദ എബോവ്, മുകളിലുള്ള ഉയരത്തിലുള്ള കാര്യങ്ങളിൽ ചിന്തിപ്പിൻ. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചിന്തിക്കണമെന്ന് സ്വാതന്ത്ര്യമുണ്ട്, ചൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരാൾ പറയുകയാണ്, എനിക്കൊന്നും അറിയത്തില്ല, ചിന്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിൽ ഏതിനെ ചൂസ് ചെയ്ത് തുടർന്ന് ചിന്തിക്കണമെന്ന് നമ്മുടെ ചോയ്സാണ്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട്, ഒരാളെ കുറിച്ച് നമ്മൾ നെഗറ്റീവായ ഒരു മോശമായ ഒരു ചിന്ത വന്നാൽ നമുക്ക് വേണമെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം, വേണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. ശരിയല്ലേ? ഇതുപോലെ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ട്രെയിൻ ചെയ്യാണ്. എന്താണ് നമ്മുടെ ഇഷ്ടമെന്ന് നമ്മളൊരു ട്യൂൺ കൊടുത്തു. ഉദാഹരണത്തിന് നിങ്ങൾ ഗൂഗിളിൽ ഇന്ന് രാവിലെ ഒന്ന് സെർച്ച് ചെയ്യാണ്, ഹൗ ടു മേക്ക് എ ബിരിയാണി. എങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയേ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വിഗ്ഗിയിൽ നിന്ന് ആഡ് വരും, സൊമാറ്റോ നിന്ന് ആഡ് വരും, നല്ല ബിരിയാണിയുടെ പടം വരും. പിന്നെ നോക്കുമ്പോൾ കുക്കിംഗ് റെസിപ്പീസിൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ കാണാൻ പറ്റും. ശരിയല്ലേ? ഒരു ഗൂഗിളിൻ്റെ അൽഗോരിതം സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്തെന്ന് അറിഞ്ഞ് അതനുസരിച്ച് കാര്യങ്ങളെ തരാനാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ബ്രെയിൻ നൽകിയിരിക്കുന്നതും നിങ്ങളുടെ മൈൻഡിനെ സെറ്റ് ചെയ്തിരിക്കുന്നതും നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് വർക്ക് ചെയ്യാനാണ്. അത് ഭയങ്കരമായ ഒരു അൽഗോരിതമാണ്. നിങ്ങൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെ അതെപ്പോഴും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു മാഗ്നറ്റ് പോലെയാണത്. നിങ്ങൾ ഇന്ന് രാവിലെ എന്തിനാണ് അട്രാക്ട് ചെയ്ത്, എന്താണ് ചിന്തിച്ച്, തുടർമാനമായ ആ ചിന്തകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ശരിയല്ലേ? വചനം പറയുന്നു, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് ചിന്തിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റും. ഫിലിപ്പിയർ 4:8 പറയുന്നു, ഇന്നതൊക്കെ ചിന്തിച്ചു കൊള്ളുവിൻ. എന്ന് വെച്ചാൽ ചിലത് ചിന്തിക്കേണ്ട എന്നും ചിലത് ചിന്തിക്കണമെന്നും തീരുമാനിക്കാനുള്ള കഴിവ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആർക്കും പറയാൻ പറ്റില്ല, അയ്യോ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ ചിന്തകൾ വരും, പക്ഷെ അതിൽ എന്ത് ചൂസ് ചെയ്യണം, ഏത് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള നമ്മുടേതാണ്. ഞാൻ ഈ കുടുംബത്തിൽ ജീവിച്ച ആളാണ്, ഇങ്ങനെ വന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് ഒരിക്കലുമല്ല. യോശിയാവിൻ്റെ ചരിത്രം പറയുന്നത് അപ്പനും ദൈവത്തെ അറിയാതെ ജീവിച്ചതാണ്. ഈ മനുഷ്യനും അങ്ങനെ ജീവിക്കാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ടായിരുന്നിട്ടും ആ മനുഷ്യൻ പറയാണ്, എനിക്ക് എൻ്റെ ദൈവത്തെ ആലയത്തിൽ നിന്ന് വൃത്തിയാക്കണം. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ദാനിയേലിന് രാജാവിൻ്റെ ഭക്ഷണത്തിൽ നിന്നും ആ വീഞ്ഞിൽ നിന്നെല്ലാം കുടിക്കാനുള്ള എല്ലാ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ദാനിയേൽ പറയാണ്, ദാനിയേൽ തൻ്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചു, ഞാൻ ഇവയെ കൊണ്ട് എന്നെ അശുദ്ധമാക്കുകയില്ല. എന്ന് വെച്ചാൽ നിങ്ങളൊരു തീരുമാനമെടുത്താൽ അതിൻ്റെ മേലെ വർക്ക് ചെയ്യാൻ ഒരു തോട്ട്സിനും പറ്റത്തില്ല. നിങ്ങളാണ് നിങ്ങളുടെ ചിന്തകളുടെ കൺട്രോളർ. ഹല്ലേലൂയ. ആദ്യം നിങ്ങൾ സെറ്റ് ചെയ്യണം, നിങ്ങൾക്ക് നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വവും അതിനുള്ള കഴിവും ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഓക്കെ, ഒറ്റ കാരണം പറയാം, ഇത് ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ രാത്രി കൊണ്ടോ നടക്കത്തില്ല. കാരണം നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്ന പലതും കഴിഞ്ഞ വർഷങ്ങളായി നിങ്ങൾ ചിന്തിച്ച പല പ്രോഗ്രാമുകളുടെയും ബാക്കി പത്രമാണ്. റീപ്രോഗ്രാം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. നേരത്തെ പറഞ്ഞ പോലെ ഒരു കോട്ട ഒറ്റ രാത്രി കൊണ്ടോ പണിയാൻ പറ്റത്തില്ല, ഓരോ ബ്രിക്ക് ബൈ ബ്രിക്കാണ്. അതുപോലെ തന്നെ തിരിച്ച് ഡിമോളിഷ് ചെയ്യുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും, ഒരു റീവയറിങ്. അതുകൊണ്ടാണ് റോമർ 12:2 പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതം തിരിച്ചറിഞ്ഞ്, നന്മയും ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. അത് നമ്മൾ വേറൊരു ടോപ്പിക്കാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യത്തെ കാര്യം യോശിയാവ് ചെയ്തത്, തൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നമെന്ന് ഐഡന്റിഫൈ ചെയ്തു. തൻ്റെ പിതാവിനും തൻ്റെ മുത്തച്ഛനും എന്താണ് പറ്റിയ തെറ്റ് എന്നുള്ളത് ആ മനുഷ്യൻ ഐഡന്റിഫൈ ചെയ്തു. തൻ്റെ ഭവനത്തിനകത്ത് ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തിന് കോപഹേതുവാകുന്ന എന്തൊക്കെ ഉണ്ട് എന്ന് ആ മനുഷ്യൻ ഐഡന്റിഫൈ ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ
ആദ്യത്തെ പ്രശ്നം അതാണ്, എൻ്റെ ജീവിതത്തിൽ എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി എന്തൊക്കെയുണ്ട്. ഇതെങ്ങനെയാണ് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുന്നറിയാവോ? നമുക്ക് പുറമേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങളുണ്ടാവും, ബാക്കിയൊക്കെ ഹിഡൻ ആയിരിക്കും, ഒളിഞ്ഞിരിക്കുന്നവയായിരിക്കും. അതെങ്ങനെ മനസ്സിലാക്കാൻ നോക്കിയേ. ഇവിടെ യോശുവ ആദ്യം പുറമെ കാണാൻ പറ്റുന്ന കാര്യമാണ്. ഒന്ന്, പിതാവും അപ്പൂപ്പനും ദൈവത്തെ ആരാധിക്കാതെ അന്യദേവന്മാരെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. അത് ഫസ്റ്റ് തെറ്റ്. അത് ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. ആദ്യം അദ്ദേഹം ചെയ്തു, ദൈവത്തിൻ്റെ ആലയത്തെ പണിയുവാനായി ആരംഭിച്ചു. ഇത് പണിയുവാൻ ആരംഭിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടി ദൈവത്തിൻ്റെ ന്യായപ്രമാണം. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ഈ ന്യായപ്രമാണം കിട്ടിയപ്പോൾ ഇത് ഈ രാജാവിൻ്റെ കയ്യിലേക്ക് എത്തി. ഈ രാജാവ് ഇത് വായിക്കുവാനായി തുടങ്ങി. ദൈവത്തിൻ്റെ വചനത്തെ വായിക്കുവാനായി തുടങ്ങിയപ്പോൾ അതുവരെ അറിയാതിരുന്ന ചില കാര്യങ്ങളും വെളിപ്പെട്ടു. ആ സമയത്ത് മനസ്സിലായി, ഞാൻ കണ്ടതല്ല, ഇതിലധികമായ ചില കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എൻ്റെ ജീവിതത്തിലുണ്ട്. ഇത് വായിച്ച് കേട്ട ഉടനെ ഈ രാജാവ് തന്നെ വസ്ത്രം കീറി വിഷമത്തോടെ കരയുവാനായി തുടങ്ങി. ദൈവത്തോട് പറയുവാനായി തുടങ്ങി, ദൈവമേ, നിനക്ക് ഇഷ്ടമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നു, ഞാൻ ചെയ്തുകൊണ്ടിരുന്നു, എന്നോട് പൊറുക്കണമേ. യഥാർത്ഥമായ റിപ്പൻഡൻസിലേക്ക് ഈ മനുഷ്യൻ തിരിച്ചു വന്നു. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ്. ചില വ്യക്തികളെന്നല്ല, ഏതൊരു വ്യക്തിയെയും ദൈവത്തിൻ്റെ വചനം മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരും, സത്യത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശത്രു നമ്മുടെ ജീവിതത്തിനകത്ത് കോട്ടകൾ പണിതത് കള്ളങ്ങളിലൂടെയാണ്. ആ കള്ളങ്ങൾ എങ്ങനെ പൊളിക്കും? അതിനെ റീപ്ലേസ് ചെയ്യുന്ന സത്യം കൊണ്ട് മാത്രമേ പൊളിക്കുവാനായി കഴിയത്തുള്ളൂ. നീ ഒന്നിനും കൊള്ളാത്തവനാണ്, നീ ദൈവത്തിന് ഇഷ്ടമില്ലാത്തവനാണെന്നുള്ള കള്ളം എങ്ങനെ പൊളിയും? ദൈവത്തിൻ്റെ വചനം പറയുന്നു, യു ആർ ദ ബിലവഡ് ഓഫ് ഗോഡ്. നീ പ്രിയപ്പെട്ടവനാണ്, നീ ദൈവത്തിൻ്റെ സ്വന്തം മകനാണ്, ദൈവം തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. ഈ സത്യം നിങ്ങളുടെ അകത്ത് എത്രത്തോളം കയറുമോ അത്രമാത്രം ശത്രുവിൻ്റെ കള്ളങ്ങൾ തകർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇവിടെ യോശിയാവുന്ന ഈ രാജാവ് ദൈവത്തിൻ്റെ വചനം ലഭിച്ചപ്പോൾ, ആ തിരുവെഴുത്തുകൾ വായിച്ചപ്പോൾ രാജാവിന് മനസ്സിലായി തൻ്റെ ഫാമിലി ദൈവത്തെ ബഹുമാനിക്കാത്തതായിരുന്നു. മാത്രമല്ല, തൻ്റെ ചില കാര്യങ്ങളും പ്രവൃത്തികളും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുകയും തുടർന്ന് ആ രാജാവ് തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ തുടങ്ങി. ദൈവത്തോട് പറയാൻ തുടങ്ങി, ദൈവമേ, എൻ്റെ ഭാഗത്ത് ഇന്ന മിസ്റ്റേക്കുകളുണ്ട്, എന്നോട് ക്ഷമിക്കണേ. ദൈവത്തോട് തുറന്ന് സമ്മതിക്കുവാൻ തുടങ്ങി. അതിനുശേഷം അതുവരെ അന്യാധീനപ്പെട്ട് കിടന്ന ആ ദൈവത്തിൻ്റെ ആലയത്തെ അവർ പണിയുവാനാകുമല്ല വൃത്തിയാക്കാൻ തുടങ്ങി. അവിടെ ഇരുന്ന അശേര പ്രതിഷ്ഠകൾ, വേണ്ടാത്ത വിഗ്രഹങ്ങളെല്ലാം തച്ചുടച്ച് പുറത്തു കളയാൻ തുടങ്ങി. ദൈവത്തെ ഉയർത്തേണ്ട സ്ഥാനത്ത് ദൈവത്തിന് പകരമായി പ്രതിഷ്ഠിച്ചിരുന്ന മറ്റെല്ലാത്തിനെയും എടുത്ത് പുറത്തു കളയാൻ അയാൾ തയ്യാറായി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട ചില സ്ഥാനത്ത് പലതിനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ സാധാരണ എപ്പോഴും പാടും, യു ആർ മൈ എവറിത്തിങ്, നീയാണ് എൻ്റെ എല്ലാം. നമ്മൾ പാടാറുണ്ട് ദൈവത്തോട്, അല്ലേ? നീ എൻ്റെ സർവ്വവും, നീ എനിക്ക്, പാടാറില്ലേ? പക്ഷെ ദൈവം തിരിച്ചു ചോദിക്കും, മോനെ, ഞാൻ നിൻ്റെ എല്ലാം ആണോ? ചോദിച്ചാൽ നമുക്ക് എന്തോ മറുപടി ഉണ്ടാവും. നമ്മൾ പാടും, നീ എൻ്റെ സർവ്വവും. നമ്മളൊരു രോഗം വരുമ്പോൾ നമ്മൾ ആരിലേക്ക് നോക്കും? നീ എൻ്റെ സർവ്വവും. നമ്മൾ ആരിലേക്ക് നോക്കും? കടഭാരം വരുമ്പോൾ നമ്മൾ ആരിലേക്ക് നോക്കും? നമ്മൾ മനുഷ്യരിലേക്ക് നോക്കും, ബാങ്കിലേക്ക് നോക്കും, അടുത്ത വ്യക്തികളിലേക്ക് നോക്കും. എന്നിട്ട് പാടും, നീ എൻ്റെ സർവ്വവും. ശരിയല്ലേ? ദൈവത്തിന് കൊടുക്കേണ്ട പൊസിഷനിൽ നമ്മൾ മറ്റെന്തിനൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? വ്യക്തികളെ, നമ്മളെ സഹായിക്കുമെന്ന് ചിന്തിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ ചിലപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിനേക്കാൾ വിലപിടിപ്പുള്ളതായി പലതിനെയും നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും. അതിനെയൊക്കെ ഈ യോശിയാവ് എടുത്ത് പുറത്ത് കളഞ്ഞു. സകലതിനെ റിമൂവ് ചെയ്തു, അവിടെ എല്ലാം ക്ലെൻസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആക്കി. തൻ്റെ കുടുംബത്തിൽ ദൈവത്തിന് വിരോധമായി നടന്നുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളെയും തിരുത്തുവാൻ യോശിയാവ് തയ്യാറായി. ഹല്ലേലൂയ. തുറന്ന് സമ്മതിച്ചു. ജനത്തെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവർക്കെല്ലാം ഇത് വായിച്ച് കേൾപ്പിച്ചു. ദൈവത്തിൻ്റെ വചനം വായിച്ചു കേൾപ്പിച്ചു. ജനമെല്ലാം യോശിയ രാജാവിനോടൊപ്പം ചേർന്ന് പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കും, ഞങ്ങൾ അതിനനുസരിക്കുമെന്ന് ഈ രാജാവിനോട് ചേർന്ന് അവർ തീരുമാനമെടുക്കുവാനായി. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും തീരുമാനമെടുക്കുകയും ചെയ്തു. അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്കാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവയുടെ മുമ്പിൽ നിന്ന് ദൈവത്തോടെല്ലാം ചെയ്യാമെന്ന് വെറുതെ വാക്കുകൊടുക്കുക മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് ദൈവം ഈ രാജാവിനെ കുറിച്ച് പറഞ്ഞ വാക്കതാണ് 2 രാജാക്കന്മാർ 23:25. അതായത് ഒരു ദൈവത്തെ ഏറ്റവും അധികം വിഷമിപ്പിച്ച ഒരു കുടുംബത്തിൽ നിന്ന് വന്ന 3-ാം തലമുറക്കാരനായ രാജാവിനെ കുറിച്ച്
ദൈവം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ആ യോശുവിനെ പോലെ, അതായത് ആ രാജാവിനെ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ യഹോവയുടെ ന്യായപ്രമാണ പ്രകാരമൊക്കെയും അവനിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുമ്പുണ്ടായിട്ടില്ല, പിൻപ് ഒരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല. എത്ര വലിയ ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടു ഒരു തീരുമാനമെടുത്തു ദൈവത്തിന് പിന്നെ തിരിച്ചപ്പോൾ അവൻ്റെ പഴയകാല ജീവിതമോ അവൻ്റെ ചരിത്രമോ അവൻ്റെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത ഒന്നും ദൈവം നോക്കിയിട്ടില്ല. അവനെടുത്ത തീരുമാനത്തിന് അന്ന് മുതൽ നോക്കിയിട്ട് പറയുകയാണ്: ഇവനെ പോലെ എൻ്റെ വചനമനുസരിച്ച മുൻപൊരു രാജാവ് ഉണ്ടായിട്ടില്ല, പിമ്പൊരുത്തൻ ഉണ്ടായിട്ടില്ല. നമുക്ക് നമ്മുടെ ഡെസ്റ്റിനിയെ, നമ്മുടെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിയും. കഴിഞ്ഞ ആളുകൾ നമ്മൾ എന്തായിരുന്നുള്ളതല്ല, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എന്തായിരുന്നുള്ളതല്ല, നമ്മുടെ ഭവനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള വിഷയമേ അല്ല. നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാമെങ്കിൽ, എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതം നടക്കുവാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ഭവനക്കാർ ചെയ്തായിക്കോട്ടെ, കൂട്ടുകാരും വീട്ടുകാരും ചെയ്തായിക്കോട്ടെ, അതിൽ നോക്കി ഞാൻ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തീരുമാനം എടുക്കുമ്പോൾ ദൈവം ചില പ്രോമിസുകൾ നൽകുന്നു, ദൈവം ചില വാക്കുകൾ പറയുന്നു. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവൻ എൻ്റെ ഇഷ്ട മകനാണ്, ഇവൻ എൻ്റെ കാര്യങ്ങളെ ഞാൻ പറയുന്നതനുസരിച്ച് ചെയ്യുന്ന മനുഷ്യനാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ പിന്നാലുള്ള മനുഷ്യനാണ് എന്നിങ്ങനെയുള്ള ചില ബോൾഡ് സ്റ്റേറ്റ്മെൻറ്റുകളെ സ്വർഗത്തിലെ ദൈവം ലോകത്തോട് വിളിച്ചു പറയും. ഇവിടെ ഈ രാജാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ എങ്ങനെയോ തീർന്നു പോകാമായിരുന്ന, 8ാമത്തെ വയസ്സിൽ രാജാവായി, വേണമെങ്കിൽ 15ാം വയസ്സിൽ തന്നെ തീർന്നു പോകാമായിരുന്ന സ്ഥലത്ത് ദൈവം ഏറ്റവും മനോഹരമായി ആ രാജ്യത്ത് നയിപ്പാൻ ദൈവം ആ മനുഷ്യനെ ഉപയോഗിച്ചു. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ചു, തിരിഞ്ഞു നോക്കി, തൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ എന്ത് സംഭവിച്ചു, എവിടെയാണ് പാളിപ്പോയത്, എവിടെയാണ് പറ്റിപ്പോയത് എന്ന് കണ്ടെത്തുകയും അതിനെ തിരുത്തുവാൻ തയ്യാറായി. നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് എങ്ങനെ കഴിയും, തിരിച്ചറിയാൻ കഴിയും ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം ഒരു കണ്ണാടി പോലെയാണ്. അത് നമ്മളെ കൃത്യമായി കാട്ടിത്തരും എവിടെയാണ്. നമ്മൾ എന്തിനാണ് രാവിലെ കണ്ണാടിയിൽ നോക്കുന്നത്? നമ്മുടെ സൗന്ദര്യം കാണാൻ മാത്രമല്ലല്ലോ, എവിടെ മിസ്റ്റേക്ക് ഉണ്ടെന്നും തിരിച്ചറിയാൻ പറ്റും. ശരിയല്ലേ? ദൈവത്തിൻ്റെ വചനം നമുക്ക് നമ്മളെ തന്നെ കാട്ടിത്തരികയാണ്. ക്രിസ്തുവിനെ പോലെ ജീവിപ്പാൻ നമുക്ക് ഏറ്റവും പറ്റുന്ന ഒരു കാര്യമാണ് കണ്ണാടിയാകുന്ന വചനം. അത് നമുക്ക് കാട്ടിത്തരുന്നത് ക്രിസ്തു എത്ര മനോഹരമാണെന്ന് മാത്രമല്ല, നമ്മൾ എത്ര വികലമാണ് എന്നും കൂടെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിൽ കറക്റ്റ് ചെയ്യാനുണ്ട്, എവിടെയൊക്കെ ചെളിപുരണ്ടിരിക്കുന്നു, എവിടെയൊക്കെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തും. അത് മാത്രം മതിയോ? പോരാ, അത് കറക്റ്റ് ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. ചിലപ്പോൾ പലരും ഒഴിവൊഴിവ് പറയും, ബ്രദർ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് തീരുമാനം എടുക്കാൻ മാത്രമേ പറ്റൂ, പിന്നെ ഒന്നും നടക്കുന്നില്ല. പ്രിയരെ, അത് ശരിയാണ്, നമുക്ക് പറ്റത്തില്ല എങ്കിൽ, പക്ഷെ നമ്മുടെ കൂടെ ഇരിക്കുന്ന, നമ്മുടെ ബലഹീനകൾ തുണ നിൽക്കുന്ന, നമ്മളെ ശക്തനാക്കുന്നതിന് മുഖാന്തരം നമുക്ക് സകലവും സാധിക്കും. ശക്തനാക്കുന്നതിന് മുഖാന്തരം എനിക്ക് സകലവും സാധിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യവും ചിന്തിക്കുന്നതിന് അപ്പുറമായി നമ്മളെ തന്നെ പണിയാൻ ഏറ്റവും ആദ്യം നമുക്ക് കഴിയണം. അതാണ് ഏറ്റവും ആദ്യം. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി ശരിയാവും. നമ്മുടെ ലൈഫിൽ നമ്മൾ പോലും അറിയാതെ കെട്ടിപ്പൊക്കിയ ഒത്തിരി വലിയ വലിയ കോട്ടകളുണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും എൻ്റെ ലൈഫിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന്. പക്ഷേ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തരും. ഞാൻ പലപ്പോഴും കരുതിയിരുന്നു എനിക്കിങ്ങനെയുള്ള കോട്ടകളൊന്നും ഇല്ല എന്ന്. പക്ഷെ ഞാൻ മനസ്സിലാക്കി ഒത്തിരി കോട്ടകളുടെ ഉള്ളിലാണ് ഞാൻ. എന്താ ഈ പ്രശ്നം അറിയാവോ? ഈ കോട്ടകളുടെ അകത്തിരിക്കുമ്പോൾ നമുക്ക് ദൈവസ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ബന്ധങ്ങളിനകത്ത് ഒരു പൂർണ്ണത ഉണ്ടാവത്തില്ല. നമുക്ക് ആരെയും പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയത്തില്ല. അവരുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയത്തില്ല. എന്തിന്? ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത വണ്ണം നമ്മൾ ഒരു ജയിലിനകത്താകുന്നത് പോലെയാണ്. ശത്രു നമ്മളെ അങ്ങനെ ആക്കി തീർക്കുകയാണ്. കള്ളങ്ങൾ മാത്രം. നമുക്കറിയാം, വചനം പറയുന്നു ശത്രു കള്ളങ്ങളുടെ അപ്പനെന്ന സാത്താനെ കുറിച്ച് വചനം പറഞ്ഞിരിക്കുന്നു. വരുന്ന ആഴ്ച നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കും. എന്നാൽ ട്രൂ നേച്ചർ, അതായത് റിപ്പൻറ്റൻസ് എന്ന് വെച്ചാൽ ഒരു മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ തിരിച്ചൊരു മാറ്റം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വാക്കുകൾ, ദൈവത്തിൻ്റെ വാക്ക്. ദൈവം നമ്മളെ നോക്കി പറയണം, ഇവൻ പഴയ മനുഷ്യനേ അല്ല, ഇവൻ പുതിയൊരു മനുഷ്യനാണ്. കൊരിന്ത്യർക്ക് ലേഖനം 5:17 പറയുന്ന പോലെ പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും, ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യം പുതുതായ പോരാ, സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്ന സത്യങ്ങളെ നമ്മൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നു, ആ മേഖലകളിൽ നമുക്ക് ഭയങ്കരമായൊരു സ്വാതന്ത്ര്യത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്ന സത്യങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ ശത്രു നമ്മോട് പറഞ്ഞിരിക്കുന്ന കള്ളങ്ങളൊക്കെ പൊളിയാൻ തുടങ്ങും. ശത്രു എന്നോട് പറയും, നിനക്കൊരിക്കലും സമ്പത്തുണ്ടാകത്തില്ല, നിനക്കൊരിക്കലും നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടത്തില്ല, നിനക്ക് സാമ്പത്തികമായി നന്മ ഉണ്ടാകത്തില്ല, നിന്റെ കുഞ്ഞു കുഞ്ഞു വരുമാനം വെച്ച് നീ ഒരിക്കലും വലിയ വീട് വയ്ക്കത്തില്ല, ഒരു അനുഗ്രഹം ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മുടെ അനുഗ്രഹം അവൻ്റെ ഇഷ്ടമാണ്. സഹസ്രവാക്യങ്ങൾ 10:22 പറയുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ
സമ്പത്തുണ്ടാകുന്നു. ഇതാണ് സത്യം. ഹല്ലേലൂയ. ഞാൻ എങ്ങനെയെങ്കിലും നരകിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ് എന്ന് ശത്രു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദാരിദ്ര്യമാണ് ദൈവത്തിന് ഇഷ്ടമെന്ന് ശത്രു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ തടവറയ്ക്കകത്ത് നമ്മൾ പുറത്തു വരണം. എൻ്റെ സന്തോഷമാണ് എൻ്റെ അപ്പൻ്റെ ഇഷ്ടം. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ നിങ്ങൾ അറിയുന്നെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികം. ഇന്ന് ശത്രു നമ്മളെ ബ്ലൈൻഡ് ചെയ്തിരിക്കുകയാണ്, പല പേരിട്ട് വിളിക്കുകയാണ്. പ്രോസ്പെരിറ്റി ഗോസ്പൽ, ആ ഗോസ്പൽ, ഈ ഗോസ്പൽ. ഗോസ്പൽ ഒന്നേ ഉള്ളൂ, നല്ല വാർത്തയാണ്. അത് നല്ലത് മാത്രം വരുന്ന വാർത്തയാണ്. നിന്റെ ദാരിദ്ര്യമല്ല വാർത്ത, നിന്റെ ദാരിദ്ര്യം അവൻ എടുത്തു, അവന്റെ സമ്പന്നത നിനക്ക് തന്ന വാർത്ത. നീ പാപിയാണെന്നുള്ളതല്ല സുവിശേഷം, എത്ര വലിയ പാപിയാണെന്നല്ല, നിന്റെ പാപത്തെ അവൻ ചുമന്ന് അവന്റെ നീതി നിനക്ക് നൽകി എന്നുള്ളതാണ് സുവിശേഷം. നിന്റെ ഭവനത്തിനകത്ത് നിന്റെ മാതാപിതാക്കൾ, നിന്റെ പൂർവ്വപിതാക്കന്മാർ, അവർ മന്ത്രവാദം ചെയ്തവരാണ്, അത് ചെയ്തവരാണ്, ഇത് ചെയ്തവരാണ്. അതിന്റെ ശാപം നിന്റെ തലമുറകളിലേക്ക് വരുമെന്നല്ല വചനം പറയുന്നത്. ശാപമായി മാറി യേശു കാൽവരി ക്രൂശിൽ ശാപമായത് നീ അനുഗ്രഹം പ്രാപിപ്പാനാണ്. ഇവിടെ യോശിയാവിൻ്റെ പിതാവും അപ്പൂപ്പനും ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊക്കെ ജീവിച്ച് അവരുടെ ജീവിതത്തിനകത്ത് നരകതുല്യമായ ഒരു അവസ്ഥയായിരുന്നപ്പോൾ ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞു, ഇതെൻ്റെ ജീവിതം അനുവദിക്കാൻ പാടില്ല. എവിടെയൊക്കെ തെറ്റുപറ്റിപ്പോയി അവിടെ ദൈവത്തോട് സോറി പറഞ്ഞു, മാപ്പ് പറഞ്ഞു. കഥാവേ, എൻ്റെ ലൈഫിനെ നീ ടേൺ ചെയ്യണമേ. എങ്ങനെ തിരിച്ചറിഞ്ഞു? ദൈവത്തിൻ്റെ വചനത്തെ കണ്ടെത്തി. ഒളിഞ്ഞു കിടന്ന, മറഞ്ഞു കിടന്ന ദൈവവചന സത്യങ്ങളെ അവൻ വെളിപ്പെട്ട് കിട്ടി. അതവൻ്റെ കണ്ണിനെ തുറന്നു. അവൻ മനസ്സിലാക്കി ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വിൽ എന്താണ്, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ യഥാർത്ഥമായ ഇഷ്ടം എന്താണ്. അതാണ് നമ്മൾ അറിയേണ്ടത്. പ്രിയരെ, നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു മൊട്ടുസൂചി കൊണ്ട വേദന ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് എന്ന് വിളിച്ചു പറയണം, ഈ വേദന എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല. എനിക്കൊരിക്കലും എൻ്റെ മകൻ അവൻ്റെ കയ്യിൽ ഒരു മുള്ളു കൊണ്ടിരിക്കുന്നത് എനിക്ക് സഹിക്കില്ല. സഹിക്കുമോ? നിങ്ങൾക്ക് സഹിക്കുമോ? ഒരിക്കലുമില്ല. പ്രിയരെ, മാതാപിതാക്കൾ നമ്മൾക്ക്, നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല ഡ്രസ്സ്, ഏറ്റവും നല്ല സ്കൂള്, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ശരിയല്ലേ? ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് കരുതെങ്കിൽ സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടം എൻ്റെ മകൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം, അവൻ എത്ര നന്മയാവണം, അവൻ എത്ര നല്ല കാറിൽ സഞ്ചരിക്കണം. അല്ലാതെ നിങ്ങളൊരു ലംബോഗിനി പോകുമ്പോൾ അസൂയപ്പെടുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. നീ ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കാറിൽ, ഏറ്റവും നല്ല ഭവനത്തിൽ, ഏറ്റവും നല്ല ക്ലോത്തിൽ, ഏറ്റവും നല്ല ഭക്ഷണത്തിൽ ജീവിക്കണമെന്ന് തന്നെയാണ് നല്ലവനായ എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്നത്. വചനം പറയുന്നു, അവനെ പോലെ നല്ലവൻ വേറെ ആരുമില്ല. യേശു പറഞ്ഞു, പിതാവ് ഒരുവൻ അത്രേ നല്ലവൻ. ആ നല്ലവൻ നല്ലവൻ നല്ലവൻ. വചനം സംഗീതകാരൻ പറയുന്നു, യഹോവ നല്ലവനല്ലോ. ഹല്ലേലൂയ. ദൈവം നല്ലവനാണ്. നല്ലവനായ ദൈവത്തിന് നല്ലത് മാത്രമേ നൽകുവാൻ കഴിയത്തുള്ളൂ. നല്ല ദാനങ്ങളെല്ലാം അവനിൽ നിന്നാണ്. ഇന്ന് കള്ളങ്ങൾ പൊളിയട്ടെ, നമ്മുടെ അകത്ത് ശത്രു ഉയർത്തിവെച്ച കോട്ടകൾ ഇടിയട്ടെ. ആ കോട്ടകൾ എങ്ങനെ ഇടിക്കാൻ പറ്റും? ദൈവത്തിൻ്റെ വചനത്താൽ. ദൈവത്തിൻ്റെ വചനത്താൽ ഇടിക്കാൻ പറ്റും. ശത്രു എന്ന് പറയും, നിന്നെ ദൈവത്തിന് ഇഷ്ടമല്ല കേട്ടോ. നീ കണ്ടില്ലേ, ദൈവത്തെ അറിയാത്ത അവരൊക്കെ എത്രമാത്രം ബ്ലസ്ഡ് ആണ്, അവരുടെ ഭവനത്തെ എന്തുമാത്രം അനുഗ്രഹമാണ്, അവനെന്ത് സാമ്പത്തികമാണ്. നീ അവന് പ്രിയപ്പെട്ടതൊന്നുമല്ല, നീ ചുമ്മാ ഏതൊക്കെ ചെയ്യുന്നേ. പറയണം, ഐ ആം ദ ബിലവഡ് ഓഫ് ഗോഡ്. എഫേസ്യ ലേഖനം പറയുന്നു, ഞാൻ അവൻ്റെ മാസ്റ്റർ പീസാണ്. ഞാൻ അവൻ്റെ മാസ്റ്റർ പീസ്. എന്നെ പോലെ വേറെ ഇല്ല, ഒന്നേ ഉള്ളൂ. വി ആർ യുണീക്ക്. നിങ്ങളെപ്പോലെ വേറെ ആളില്ല. ഹല്ലേലൂയ. അയ്യോ, ആ പ്രസംഗിക്കുന്ന ബ്രദർ, ഇവർ എവ്രി വൺ യുണീക്ക്. നിങ്ങൾ ഓരോരുത്തരും യുണീക്കാണ്. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്ന പോലെ, ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്ന പോലെ വേറെ ആരും സ്നേഹിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അത് ഒരു യുണീക്കാണ്. കൃഷ്ണമണിയെ കാക്കുന്ന പോലെ, കണ്ണിലെ കൃഷ്ണമണിയെ കാക്കുന്ന പോലെ, കോഴി തന്നെ കുഞ്ഞിനെ അണയ്ക്കുന്ന പോലെ എൻ്റെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ സ്നേഹം ഞാൻ പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു ഉയർച്ച പൊങ്ങി വരുന്നെങ്കിൽ അർത്ഥം അവിടെ ചെറിയൊരു കോട്ടവാതിൽ ഇരിപ്പുണ്ട്, ഇടിയട്ടെ എന്ന്. അയ്യോ, നിന്നെ ദൈവം സ്നേഹിക്കുന്നില്ല, അങ്ങനെയാണ് നീ എന്തിനാ ഈ കഷ്ടത അനുഭവിക്കുന്നത്? ശത്രു ചോദിക്കും. അതൊരു കോട്ടയാണ്, അതൊരു സ്ട്രോങ് ഹോൾഡാണ്. ഞാനതൊരു ബേസ് മാത്രമാണെന്ന് പറയുന്നത്. അതൊരു കോട്ടയാണ്. നിങ്ങൾ പോലും അറിയാതെ എവിടെയോ നിങ്ങളുടെ അകത്തുണ്ടായ മുറിവുകളിൽ നിന്ന് പണിതുയർത്തിയൊരു കോട്ട. നിങ്ങളുടെ കൂടെയുള്ള സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തിയപ്പോൾ നിങ്ങൾ അതിനെയും ദൈവത്തിൻ്റെ മേലേക്ക് വെച്ചു. മാതാപിതാക്കൾ നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞപ്പോൾ അതിനെയും എടുത്ത് അതിൻ്റെ മേലേക്ക് വെച്ചു. സഹായിക്കുമെന്ന് കരുതിയിരുന്ന സഹോദരങ്ങൾ പോലും തള്ളിക്കളഞ്ഞപ്പോൾ അവിടെയും ഒരു കോട്ട പൊക്കി വെച്ചു. ഇങ്ങനെ പലതരം കല്ലുകൾ അടുക്കി 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 ഒരു വലിയ കോട്ട.
അപ്പോഴുണ്ടാ ഇതാ പറയുന്നത്, സുവിശേഷത്തിന്റെ വെളിച്ചം വരികയാണ്. സുവിശേഷം വിളിച്ചു പറയുകയാണ് യേശു നിന്നെ സ്നേഹിക്കുന്നു. പക്ഷെ ആ വെളിച്ചത്തിൽ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റാത്തവണ്ണം ഒരു കോട്ടയെ നീ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാത്രി ആ കോട്ട ഇടിയട്ടെ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ ഒത്തിരി 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 സ്നേഹിക്കുന്നു. എന്നതാ തെളിവെന്നറിയാവോ? നിങ്ങൾക്ക് വേണ്ടി അവൻ കാൽവരി ക്രൂസിൽ യാഗമായി. ഹല്ലേലൂയ. പ്രിയ സഹോദര, നീ ഒരുവൻ മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നെങ്കിലും യേശു നിനക്ക് വേണ്ടി മരിക്കുമായിരുന്നു. കാരണം നിന്റെ വിലയാണ് ആ ക്രൂസിലെ അവന്റെ രക്തം. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തോട് എത്ര തന്നെ ശത്രു ഇങ്ങോട്ട് പറഞ്ഞാലും, ഇന്നലെ നിന്റെ തളർച്ചയിൽ ആരുമില്ലായിരുന്നൊക്കെ പറയുമ്പോൾ കണ്ണടച്ചിരുന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ തകർച്ചയിൽ ആരുമില്ലെങ്കിലും വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ. ഒരിക്കലും ഞാൻ കൈവിടില്ലെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈപിടിച്ചിട്ടുണ്ട്. ഒരു നാളും തള്ളിക്കളയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തള്ളിക്കളയത്തില്ല. വിശ്വസിക്കാം, വിശ്വസിക്കാം. നീ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ നീ കാണുന്നുണ്ടാകത്തില്ല. പക്ഷെ കാണുന്നതല്ല സത്യം. കാണുന്നതിനപ്പുറമായ അവന്റെ സാന്നിധ്യത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. പണ്ടൊരിക്കലും ഞാനൊരു കഥ കേട്ട്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു സഹോദരൻ ദൈവത്തോട് ചോദിക്കും, ദൈവമേ, എൻ്റെ സന്തോഷത്തിൽ ഞാൻ 2 കാലുകൾ കൂടെ വീണ്ടും കാണുന്നല്ലോ. ഞാൻ നടക്കുമ്പോഴെല്ലാം വേറൊരു കാല് കാണുന്നുണ്ടല്ലോ. എന്നാൽ ഞാൻ കരയുന്ന സമയത്തോ വിഷമയ സമയത്തോ അത് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കഥാവിന് മറുപടി, ആ കഥ കൃത്യമായി ഇങ്ങനെയല്ല, കഥാവിന് മറുപടി, ആ സമയത്ത് ഞാൻ നിന്നെ തോൾ വഹിക്കുകയായിരുന്നു. നീ കണ്ട ആ 2 കാല് അത് എൻ്റെതാണ്. നീ തറയിൽ പോലും ചവിട്ടാൻ ഞാൻ സമ്മതിച്ചില്ല. വചനം പറയുന്നത്, നീ ആഴിയിലൂടെ കടക്കുമ്പോൾ വെള്ളം നിന്നെ മൂടിക്കളയത്തില്ല. അഗ്നിക്കകത്ത് നീ പോകുമ്പോൾ അത് നിന്നെ വെന്തു പോകത്തില്ല. ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. വേറെ ആരൊക്കെ തള്ളിയാലും ഈ ലോകം തള്ളിക്കളയാത്തൊരു സ്നേഹം, ആ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തെ അത് പെനിട്രേറ്റ് ചെയ്യട്ടെ. അതിന് കടന്നു പോകാൻ അനുവദിച്ചാട്ടെ. മുൻവിധികൾ മാറ്റിവെച്ചാട്ടെ. അയ്യോ, ഈ ദൈവം ഭയങ്കരമാ എന്നുള്ള ചിന്തകൾ ശത്രു ഇട്ടതെല്ലാം ഒളിയട്ടെ. അവൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പ്രിയ പിതാവാണ്. ഈ സത്യത്തെ നിങ്ങൾ വായുകൊണ്ട് വിളിച്ചു പറയുമ്പോൾ കഴിഞ്ഞ നാളുകൾ നിങ്ങൾ പണിത കോട്ടകൾ ഇടിയും. ഓരോന്നോരോ ഡിം 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 ഇടിയാൻ തുടങ്ങും. ഹല്ലേലൂയ. അത് ഇടിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വഴി ഈ കോട്ടയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കും. ഇന്നത്തെ മെസ്സേജ് ഒത്തിരി ഉണ്ട്, എനിക്ക് നീങ്ങത്തില്ല. ബാക്കി നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഒരു ഉദാഹരണം അവസാനിപ്പിക്കാം. ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഒരു പ്രോമിസ് കൊടുത്തു, വാഗ്ദത്ത ദേശം കൊടുത്തു, കനാൻ ദേശം. മോശയിലൂടെ അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. നമ്മളെയും അങ്ങനെയാണ് ദൈവം, അല്ലേ? ഒരു വലിയ പ്രോമിസാണ് നമ്മൾ തോന്നിക്കുന്നത്. ഇസ്രായേൽ മക്കളെ അവരെ പുറത്തു കൊണ്ടുവന്നു, മോശ പുറത്തു കൊണ്ടുവന്നു. അവരുടെ അടുത്തെത്തി, പ്രോമിസിന് അടുത്തെത്തി. പക്ഷെ ഇടയ്ക്കൊരു വലിയ എരിഹോ മതിൽ, ഒരു വലിയ കോട്ട, ഒരു സ്ട്രോങ് ഹോൾ നിൽക്കുകയാണ്. അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന സ്ഥലത്തിൽ അനുഗ്രഹം നിൽക്കുമ്പോൾ അതിനെ തടയുന്ന വലിയൊരു സ്ട്രോങ് ഹോൾ. അവരുടെ ശക്തി കൊണ്ടോ കഴിവുകൊണ്ടോ ഒരിക്കലും തകർക്കാൻ പറ്റാത്ത ഒരു വലിയ കോട്ട. നമ്മളെപ്പോഴും പറയില്ലേ, യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന്. അത് അടുത്ത വീട്ടുകാരനോടുള്ള യുദ്ധമല്ല. ഇതാണ് നിന്റെ ഹൃദയത്തിനകത്ത്, നിന്റെ മനസ്സിനകത്തുള്ള ചില യുദ്ധങ്ങൾ യഹോവ ചെയ്യും, പരിശുദ്ധാത്മാവ് ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നമുക്ക് ചെയ്യുവാനായി കഴിയും. അവിടെ നമുക്കറിയാൻ പറ്റും, ആ എരിഹോ മതിൽ പ്രോമിസിന് തടസ്സമായിരുന്നപ്പോൾ അതിനെ എങ്ങനെയാണ് അവർ തകർത്തത്. അവരുടെ ശക്തിയാലല്ല, സൈന്യബലത്താലല്ല, യഹോവയുടെ ആത്മാവിനാൽ. നമ്മൾ പാടത്തില്ലേ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധാത്മാവിനാൽ. അതേ വാക്കാണ്, അതേ കാര്യമാണ് പൗലോസ് പറയുന്നത്. നിങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തി വളർത്തേ. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സങ്കല്പങ്ങൾ, 2 കൊരിന്ത്യർ 10:4-5 പറയുന്നത് എങ്ങനെയാണ്? അവയാൽ നിങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളും, എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ശത്രു സംസാരിച്ചിരിക്കുന്ന ഓരോ ചിന്തകളും, ഇമാജിനേഷൻസ്, സങ്കല്പങ്ങൾ. നിങ്ങൾ സങ്കല്പിക്കാറുണ്ട് ഒത്തിരി, അല്ലേ? ഞാൻ ആരുമല്ല, അയ്യോ എന്നെ ഭാവി എന്താ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു ചെറിയ വേദന വന്നാൽ നമ്മൾ സങ്കല്പിച്ച് അങ്ങറ്റെത്തും. ചിലർ അപ്പോഴേ കയറൊക്കെയാണ് കാണുന്നത്, സൂയിസൈഡ് അങ്ങറ്റമൊക്കെയാണ് ചിന്തിക്കുന്നത്. ശത്രുവിൻ്റെ ഏറ്റവും വലിയ കള്ളത്തരവാണ്. നിന്റെ വേദനകൾ തള്ളിക്കളയുന്നൊരു ദൈവമല്ല, നിന്നെ സ്നേഹിക്കുന്ന കരുതുന്നൊരു ദൈവം. ഒരു നാളും തള്ളിക്കളയത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണെങ്കിൽ അവന്റെ കരത്തിലേക്ക് പിടിക്കാം. എങ്ങനെയെന്ന് ചോദിക്കരുത്, എങ്ങനെയെന്ന് ചോദിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, സൈന്യത്താലല്ല,
ശക്തിയാലല്ല, പരിശുദ്ധാത്മാവിനാണ്. എരിഹോ അതിന്റെ സൈസ് കണ്ടാൽ നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ചെയ്യും? നിങ്ങളല്ല, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അവന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. അതിനുള്ള ഏറ്റവും വലിയ വഴി എന്നറിയാവോ? അവർ ചെയ്തതുപോലെ മിണ്ടാതിരിക്കുക, അവൻ ദൈവമെന്നറിയുക, അവനെ സ്തുതിക്കുക. യെസ്, മിണ്ടാതിരിക്കുക. ബി സ്റ്റിൽ ആൻഡ് നോ ഹി ഈസ് ഗോഡ്. രാജാവായ ദേവാദേവനായ ദൈവത്തെ അവൻ സിംഹാസനം ഇരിക്കുന്നത് കാണുക. ഹീസ് ഇൻ കൺട്രോൾ. അവനെ കാണുക, എന്നിട്ട് അവനെ സ്തുതിക്കുക. നീ പോലും അറിയാതെ നിന്റെ മുന്നിൽ നിൽക്കുന്ന വലിയ എരിഹോ മതിലുകൾ ഇടിഞ്ഞു വീഴാൻ തുടങ്ങും. ഇന്ന് രാത്രി ഞാൻ ഒരു പോയിന്റിലേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ ഒറ്റ പോയിന്റ് എന്നെ ഹൃദയത്തിൽ വരുന്നു. പരിശുദ്ധമായ ചിന്ത ഇട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവത്തോടുള്ള കയ്പുകൾ, കള്ളപ്പിശാചിട്ട തെറ്റിദ്ധാരണകളിലൂടെ നിങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ഇമേജ് ഉണ്ടെങ്കിൽ അതൊന്ന് പൊളിയട്ടെ. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ നിങ്ങളോട് തന്നെ പറ. 100,000 പ്രാവശ്യം നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, എന്നെ ദൈവത്തിന് പോലും വേണ്ട എന്ന്. ആ വാക്കിനെ ഇന്ന് രാത്രി പൊളിക്കുകയാണ്. എന്നെ ദൈവത്തിന് പോലും വേണ്ട എന്ന് പറഞ്ഞ ഇതൊരു പ്രവചന വാക്കാണ്. ഇതിന്റെ പിന്നിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ ചലനം നടക്കുന്നു. I sense the presence of the Holy Spirit. Wow, it's wonderful. പരിശുദ്ധാത്മാവ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ കാര്യങ്ങൾ വേറെയാണ്. നമ്മളെ കൺട്രോളിലല്ല കാര്യങ്ങൾ. പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്റെ ദൈവത്തിന് പോലും വേണ്ട എന്ന് പറഞ്ഞ വാക്കുകൾ കഥാവീന പറയുന്നത്, എനിക്ക് നിന്നെ വേണം, വേറെ ആർക്കും വേണ്ടെങ്കിലും ഐ ലവ് യു. നിങ്ങൾ നിങ്ങളോട് പറ, എൻ്റെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാണ് ഞാൻ.